Hi and welcome to the new video. In this video, I'll be discussing about product quantization error. Okay. അപ്പോൾ തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻപുട്ട് ക്വാണ്ടൈസേഷൻ എററും ഔട്ട്പുട്ട് ക്വാണ്ടൈസേഷൻ എററും ആണ് പറഞ്ഞത്. അതിൽ ഔട്ട്പുട്ട് ക്വാണ്ടൈസേഷൻ എറർ എങ്ങനെ ഡിറ്റർമിൻ ചെയ്യാം, ഇൻപുട്ട് ക്വാണ്ടൈസേഷൻ എറർ അറിയാമെങ്കിൽ എന്നുള്ള രീതിയിൽ ന്യൂമറിക്കൽ എക്സാമ്പിൾസും നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ. സോ അപ്പോൾ അതാണ് ഒരു ടൈപ്പ് ഓഫ് എറർ ഡ്യൂ ടു ക്വാണ്ടൈസേഷൻ ഓഫ് ദി ഇൻപുട്ട്. അത് എങ്ങനെ ഔട്ട്പുട്ടിനെ എഫക്ട് അത് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തായിരുന്നു വാരിയൻസ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് നോയ്സ് പവർ എന്നുള്ള രീതിയിലാണ് ഇൻ ടേംസ് ഓഫ് ഇൻപുട്ട് നോയ്സ് പവർ ഡ്യൂ ടു എ ഡി കൺവേർഷൻ. ഓക്കെ. അപ്പോൾ ഇനി നമുക്കിത് പ്രൊഡക്റ്റ് ക്വാണ്ടൈസേഷൻ ലെയറിലേക്ക് വരാം. സോ ഇൻ റിയലൈസേഷൻ ഓഫ് സ്ട്രക്ചേഴ്സ് ഓഫ് ഹയർ systems, multipliers are used to multiply signals by constant. ഇപ്പോൾ നമുക്കറിയാം ഓൾറെഡി ഡിഫറൻസ് ഇക്വേഷൻ വരുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിൽ നമുക്ക് വെറുതെ y(n-1) y(n-2) മാത്രമല്ല ഉണ്ടാവുക, അതിൻ്റെ ഒപ്പം മൾട്ടിപ്ലൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കോൺസ്റ്റൻസ് ഉണ്ടായിരിക്കും. 5y(n-1) 6y(n-2) എന്ന രീതിയിലൊക്കെ മൾട്ടിപ്ലൈ ചെയ്യുന്ന കോൺസ്റ്റൻസ് ഉണ്ടാവും. സേ ay(n-1) അല്ലെങ്കിൽ ay(n) എന്ന് പറഞ്ഞ ജനറൽ ഒരു ഇതെന്തായാലും അവിടെ നടക്കുന്നുണ്ട്, ഒരു മൾട്ടിപ്ലിക്കേഷൻ അവിടെ നടക്കുന്നുണ്ടാവും. ആൻഡ് ദ ഔട്ട്പുട്ട് ഓഫ് ദ മൾട്ടിപ്ലയേഴ്സ് ദാറ്റ് ഈസ് ദ പ്രോഡക്ട്സ് ആർ ക്വാണ്ടൈസ് ടു ഫൈനൈറ്റ് വേർഡ് ലെങ്ത് in order to store them in registers and to be used in subsequent calculations. ഇപ്പോൾ നമുക്ക് ഈ കിട്ടുന്ന ഔട്ട്പുട്ട്, ഈ പ്രൊഡക്റ്റ് ചെയ്ത് കിട്ടുന്ന ഔട്ട്പുട്ട് എന്തായാലും സ്റ്റോർ ചെയ്യണം, ഒരു രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്യണം. പക്ഷേ നമുക്ക് ഇവിടെ അറിയാം വി ആർ ഡൂയിങ് ഫൈനൈറ്റ് വേർഡ് ലെങ്ത് കാൽക്കുലേഷൻ. സോ ഫൈനൈറ്റ് വേർഡ് ലെങ്ത് ആണ്, നമ്മൾ രജിസ്റ്ററിൻ്റെ ഒക്കെ വേർഡ് ലെങ്ത് ഫിക്സഡ് ആയിരിക്കും. സോ അപ്പോൾ രണ്ട് എന്താ പറയുക സിഗ്നലുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ചിലപ്പോൾ ആ വേർഡ് ലെങ്ത്തിൽ കൊല്ലാത്ത രീതിയിൽ വരും. അതാണ് പറഞ്ഞു വരുന്നത്. സോ ഇൻ ഫിക്സഡ് പോയിന്റ് അരിത്തമെറ്റിക് ദ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് 2b ബിറ്റ് നമ്പേഴ്സ് റിസൾട്ട്സ് ഇൻ എ പ്രൊഡക്റ്റ് ഓഫ് ലെങ്ത് 2b ബിറ്റ്സ്. ഇപ്പോൾ ഇതൊരു എക്സാമ്പിൾ പറഞ്ഞാണ്, 2b ബിറ്റ്സ് നമ്പേഴ്സ് എടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രൊഡക്റ്റ് 2b ബിറ്റ്സ് വരും. അതായത് 8 ബിറ്റും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 16 ബിറ്റ് നമുക്ക് കിട്ടും. And if the word length of the register used to store the result is b bits, then it is necessary to quantize the product or result to b bits. പക്ഷേ നമ്മുടെ കയ്യിലുള്ളത് ബി ബിറ്റ്സിൻ്റെ രജിസ്റ്റർ ആണെങ്കിൽ ബാക്കിയുള്ളതിനെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഒഴിവാക്കി കളയേണ്ടി വരും. 16 ബിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് 8 ബിറ്റ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ, സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ ട്രാൻഗേഷൻ അല്ലെങ്കിൽ റൗണ്ടിങ് ചെയ്തിട്ട് ക്വാണ്ടൈസ് ചെയ്തിട്ട് അതിനെ ഒഴിവാക്കി കളയേണ്ടി വരും. ദ എറർ ഡ്യൂ ടു ക്വാണ്ടൈസേഷൻ ഓഫ് ദ ഔട്ട്പുട്ട് ഓഫ് മൾട്ടിപ്ലയർ ഈസ് റെഫേർഡ് ടു ആസ് പ്രൊഡക്റ്റ് ക്വാണ്ടൈസേഷൻ എറർ. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പ്രോഡക്റ്റ് ക്വാണ്ടൈസേഷൻ എറർ എന്ന് പറയുന്നത്. എറർ ഡ്യൂ ടു ക്വാണ്ടൈസേഷൻ ഓഫ് ദ ഔട്ട്പുട്ട് ഓഫ് മൾട്ടിപ്ലയർ ഈസ് റെഫേർഡ് ടു ആസ് പ്രോഡക്റ്റ് ക്വാണ്ടൈസേഷൻ എറർ. ഇപ്പോൾ അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഒരു 8 ബിറ്റിൻ്റെ ഇൻപുട്ട് രണ്ട് ഡാറ്റകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു, നമുക്ക് കിട്ടുക 16 ബിറ്റിൻ്റെ ആയിരിക്കും. പക്ഷേ വി വിൽ ബി ഹാവിങ് 8 ബിറ്റ് രജിസ്റ്റർ ആൻഡ് വി ഹാവ് ടു സ്റ്റോർ ദ റിസൾട്ട് ഇൻ ദാറ്റ്. അപ്പോൾ വി ഹാവ് ടു ഡു സം ട്രാൻഗേഷൻ ഓർ റൗണ്ടിങ്. ആൻഡ് അതിൽ ഏത് ചൂസ് ചെയ്യുന്നു എന്നുള്ളതിന് ജസ്റ്റ് ഒരു റീസൺ പറയുന്നതാണ്. ഇൻ ഡിജിറ്റൽ സിസ്റ്റം ദ പ്രോഡക്റ്റ് ക്വാണ്ടൈസേഷൻ ഈസ് പെർഫോം ബൈ റൗണ്ടിങ്. ഇപ്പോൾ റൗണ്ടിങ് ആണ് നമ്മളവിടെ ചൂസ് ചെയ്യുന്നത് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പ്രോഡക്റ്റ് ക്വാണ്ടൈസേഷൻ നമ്മൾ ചെയ്യുന്നത് ഈസ് ബൈ റൗണ്ടിങ്. ബിക്കോസ് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റീസൺ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, എന്നാലും ഒന്ന് പറയാം. എറർ സിഗ്നൽ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ ടൈപ്പ് ഓഫ് അരിത്തമെറ്റിക്. അതായത് റൗണ്ടിങ്ങിൽ നമുക്ക് ഏത് ടൈപ്പ് അരിത്തമെറ്റിക് ആയാലും ആ എറർ സിഗ്നൽ അതിനൊന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. സെക്കൻഡ് തിങ് ഈസ് ദാറ്റ് ദ മീൻ വാല്യൂ ഓഫ് ദ എറർ സിഗ്നൽ ഈസ് 0. അല്ലേ, മീൻ വാല്യൂ 0 ആയിരുന്നു. -q/2 to q/2 ആയിരുന്നു റേഞ്ച്. ആൻഡ് മീൻ വാല്യൂ എന്താ വരിക, 0 ആണ് വരിക. ആൻഡ് വാരിയൻസ് ഓഫ് എറർ സിഗ്നൽ ഈസ് ദ ലീസ്റ്റ്, വാരിയൻസ് ലീസ്റ്റും ആണ് ആ കേസിൽ. ഓക്കെ, ഈ റീസൺസ് ഒക്കെ കാരണം ആണ് നമ്മൾ ഏത് പ്രിഫർ ചെയ്യുന്നത്, റൗണ്ടിങ് ഓവർ ട്രങ്കേഷൻ. സോ എറർ സിഗ്നൽ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ ടൈപ്പ് ഓഫ് അരിത്തമെറ്റിക് യൂസ്. Mean value of error signal is 0 that we have already seen. Then the variance of the error signal is the least. അത് നമ്മൾ ഓൾറെഡി ഡിറൈവ് ചെയ്തതാണ്. ഓക്കെ, ആൻഡ് ഇൻ പ്രോഡക്റ്റ് ക്വാണ്ടൈസേഷൻ അനാലിസിസ് ഇറ്റ് ഈസ് നെസസറി ടു ഡിഫൈൻ the noise transfer function which depends on the structure of the digital network. നമ്മളിതുവരെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്നുള്ള രീതിയിലാണ് പറഞ്ഞു പോയായിരുന്നുള്ളൂ. പക്ഷേ നമുക്ക് പ്രോഡക്റ്റ് ക്വാണ്ടൈസേഷൻ അനാലിസിസിൻ്റെ സ്ഥലത്ത് ഒരു നോയ്സ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്ന വരും. കാരണം എന്താ വെച്ചാൽ നമുക്കറിയാം ഓരോ പ്രോഡക്റ്റ് നടക്കുന്നിടത്തും ഓരോ എറർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പോലെയാണ്. അപ്പോൾ ആ ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ട് ഇത് കാണുന്ന ഒരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്നുള്ള രീതിക്കാണ് നോയ്സ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ദ നോയ്സ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഈസ് ഡിഫൈൻ ആസ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഫ്രം നോയ്സ് സോഴ്സ് ടു ദ ഔട്ട്പുട്ട്. അതായത് ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ നോയ്സ് ഇൻപുട്ട് എന്നുള്ള രീതിയിൽ പറയുന്നതിനെയാണ് നോയ്സ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡൽ ഓഫ് ഫിക്സഡ് പോയിന്റ് ക്വാണ്ടൈസേഷൻ. സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡലാണ് അതിൻ്റെ ഫിക്സഡ് പോയിന്റ് ക്വാണ്ടൈസേഷൻ്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡലാണ് ഇപ്പോൾ ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഇതിൽ നോക്കുകയാണെങ്കിൽ
നമുക്ക് കാണാം എക്സ് ഓഫ് എൻ ആണ് ഇവിടേക്ക് വരുന്ന ഡാറ്റ ഇൻപുട്ട്. അതിനെ എ എന്ന് ഒരു മൾട്ടിപ്ലയർ വെച്ചിട്ട് എ വാല്യൂ വെച്ച് മൾട്ടിപ്ലൈ ആണ്. സോ വിൽ ബി ഗെറ്റിംഗ് എ എക്സ് ഓഫ് എൻ. ഈ ഒരു പോയിന്റിലാണ് നമുക്ക് എന്ത് സംഭവിക്കുന്നത്, പ്രോഡക്റ്റ് ക്വാണ്ടൈസേഷൻ എറർ സംഭവിക്കുന്നത്. കാരണം ഇതിപ്പോൾ 8 ബിറ്റും ഇത് 8 ബിറ്റും ആയിരുന്നെങ്കിൽ ഇവിടെ ശരിക്കും 16 ബിറ്റ് ആയിട്ടാണ് പോകേണ്ടിയിരുന്നത്. പക്ഷെ വി ആർ ക്വാണ്ടൈസിങ് ഇറ്റ് ടു 8 ബിറ്റ്സ്. അപ്പോൾ അത് കാരണം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന എറർ സിഗ്നൽ ഞാനിവിടെ ഇ ഓഫ് എൻ എന്നുള്ള രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നു. സോ ഫൈനൽ എന്ത് കിട്ടും നമുക്ക്, ക്യൂ ഓഫ് എ എക്സ് ഓഫ് എൻ, അതായത് എ എക്സ് ഓഫിൻ്റെ ക്വാണ്ടൈസ് വാല്യൂ എന്നുള്ള രീതിയിൽ എ എക്സ് ഓഫ് എൻ പ്ലസ് ഇ ഓഫ് എൻ. ഇതിനെ സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡൽ ഓഫ് ഫിക്സഡ് പോയിന്റ് ക്വാണ്ടൈസേഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഇതിൽ ഇതിലത്തെ മൾട്ടിപ്ലയർ എന്ന് പറയുന്നത് നമ്മളിവിടെ എടുക്കുന്നത് ഇൻഫൈനൈറ്റ് പ്രിസിഷൻ മൾട്ടിപ്ലയർ ആയിട്ടാണ്. ഇൻഫൈനൈറ്റ് പ്രിസിഷൻ മൾട്ടിപ്ലയർ ആയിട്ടാണ് ഇതിലത്തെ മൾട്ടിപ്ലയർ നമ്മൾ അസ്യൂം ചെയ്തിട്ടുള്ളത്. ആൻഡ് യൂസിങ് ആൻ ആഡർ ദ എറർ സിഗ്നൽ ഈസ് ആഡഡ് ടു ദ ഔട്ട്പുട്ട് ഓഫ് ദ മൾട്ടിപ്ലയർ സോ ദാറ്റ് ദ ഔട്ട്പുട്ട് ഓഫ് ആഡർ ഈസ് ഈക്വൽ ടു ദ ക്വാണ്ടൈസ്ഡ് പ്രൊഡക്റ്റ്. ഔട്ട്പുട്ട് ഓഫ് ആഡർ ഈസ് ഈക്വൽ ടു ക്വാണ്ടൈസ്ഡ് പ്രൊഡക്റ്റ്. ആ രീതിയിലാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഫോർ ദ ഔട്ട്പുട്ട് ഓഫ് ഫൈനൈറ്റ് വേർഡ് ലെങ്ത് മൾട്ടിപ്ലയർ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് ലൈക്ക് ദിസ്, ദാറ്റ് ഈസ് ക്വാണ്ടൈസ്ഡ് പ്രൊഡക്റ്റ്. ഈ എഴുതിയിട്ടുള്ള ക്വാണ്ടൈസ്ഡ് പ്രൊഡക്റ്റ് എന്നുള്ള മീനിങ്ങിനാണ് ക്യൂ ഓഫ് എ എക്സ് ഓഫ് എൻ. ശരിക്കും എ എക്സ് ഓഫ് എൻ ആണ് പ്രൊഡക്റ്റ്. ക്യൂ എ എക്സ് ഓഫ് എൻ എന്ന് പറഞ്ഞാൽ അതിനെ ക്വാണ്ടൈസ് ചെയ്തു, അതായത് ലിമിറ്റ് ചെയ്തു 2b ബിറ്റ്സ് നിന്ന് b ബിറ്റ്സിലേക്ക്, വിച്ച് ഈസ് ഈക്വൽ ടു എ എക്സ് ഓഫ് എൻ പ്ലസ് ഇ ഓഫ് എൻ, വേർ എ എക്സ് ഓഫ് എൻ ഇസ് ദ അൺക്വാണ്ടൈസ്ഡ് പ്രൊഡക്റ്റ്. സോ ഈ കിട്ടുന്നത് ശരിക്കും 16 ബിറ്റ്സ് ഉണ്ടായിരിക്കും, പക്ഷേ ഇതാണ് 8 ബിറ്റ് ആയിട്ട് ക്വാണ്ടൈസ് ചെയ്തത്. അപ്പോൾ ആ ക്വാണ്ടൈസ് ചെയ്ത എററാണ് ഇ ഓഫ് എൻ, പ്രൊഡക്റ്റ് ക്വാണ്ടൈസേഷൻ എറർ സിഗ്നൽ. ഓക്കെ, അപ്പോൾ അതാണ് അവിടെ നമ്മൾ പറയുന്നത്. ആൻഡ് ദിസ് product quantization error signal is treated as a random process. ഈ product quantization error signal മുന്നത്തെ പോലെ തന്നെ നമ്മൾ റാൻഡം പ്രോസസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത് വിത്ത് യൂണിഫോം പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ, ദാറ്റ് ഈസ് വൈറ്റ് നോയ്സ് ആയിട്ടാണ് നമ്മൾ അതിനെ കൺസിഡർ ചെയ്യുന്നത്. യൂണിഫോം പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതായത് -q/2നും q/2നും ഇടയിൽ യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള വിത്ത് വാരിയൻസ് അവിടുത്തെ പോലെ തന്നെ എന്താ പറയുക, സിഗ്മ ഇ സ്ക്വയർ ഈക്വൽ ടു q²/12 ആ ഒരു ഇത് തന്നെയാണ് ഇവിടെ എടുക്കുന്നത്. ഇത് വേണമെങ്കിൽ നമുക്ക് ഇവിടെ എഴുതാവുന്നതാണ്. അതായത് -q/2നും q/2നും ഇടയിൽ യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടാണ് കിടക്കുന്നത്. അതേപോലെ നമ്മളിവിടെ സിഗ്മ ഇ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു, q²/12. അതൊക്കെ സെയിം ആയിട്ടാണ് എടുക്കുന്നത്, അതായത് വൈറ്റ് നോയ്സ് ആയിട്ടാണ് നമ്മൾ അസ്യൂം ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇൻ ജനറൽ ദ ഫോളോയിങ് അസംഷൻസ് ആർ മെയ്ഡ് റിഗാർഡിംഗ് ദ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഡിപെൻഡൻസ് ഓഫ് വേരിയസ് നോയ്സ് സോഴ്സസ് ഇൻ ദ ഡിജിറ്റൽ ഫിൽട്ടർ. അപ്പോൾ ഈ കുറച്ച് അസംഷൻസ് എടുക്കുന്നുണ്ട്, സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഡിപെൻഡൻസ് എല്ലാ നോയ്സ് സോഴ്സും. കാരണം അവിടെ നമ്മൾ പറഞ്ഞു പല മൾട്ടിപ്ലിക്കേഷൻസ് നടക്കുന്നുണ്ട്, പ്രൊഡക്റ്റ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോന്നിനും ഓരോ എറർ ഉണ്ടാവും. അവർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഡിപെൻഡൻസ് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഒന്ന്, എനി 2 ഡിഫറെൻറ്റ് സാമ്പിൾസ് ഫ്രം ദ സെയിം നോയ്സ് സോഴ്സ് ആർ അൺകറക്റ്റഡ് ആണ് ഒരു സെയിം സാമ്പിളിൽ നിന്ന് എടുത്തിട്ടുള്ള നോയ്സ് സോഴ്സുകൾ. എനി 2 ഡിഫറെൻറ്റ് നോയ്സ് സോഴ്സസ് when considered as random process are uncorrected. റാൻഡം പ്രോസസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അൺകറക്റ്റഡ് ആണ്. ആൻഡ് ഈച്ച് നോയ്സ് സോഴ്സ് ഈസ് അൺകറക്റ്റഡ് വിത്ത് ദ ഇൻപുട്ട് സോഴ്സ്. ഇൻപുട്ട് സോഴ്സിനായിട്ടും അൺകറക്റ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ ദ എറർ സീക്വൻസ് ഈസ് അൺകറക്റ്റഡ് വിത്ത് ദ സിഗ്നൽ സീക്വൻസ് എക്സ് ഓഫ് എൻ. അതുകൊണ്ട് തന്നെ ഈച്ച് നോയ്സ് ഈസ് മോഡൽ ആസ് എ ഡിസ്ക്രീറ്റ് സ്റ്റേഷനറി വൈഡ് റാൻഡം പ്രോസസ് വിത്ത് പ്രോബബിലിറ്റി ആൻഡ് ഡെൻസിറ്റി സിഗ്മ ഇ സ്ക്വയർ ഈക്വൽ ടു q²/12. അപ്പോൾ അതാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള അസംഷൻസും കാര്യങ്ങളും വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ജസ്റ്റ് പ്രൊഡക്റ്റ് ക്വാണ്ടൈസേഷൻ നോയ്സ് മോഡൽ, ഇതിപ്പോൾ ജസ്റ്റ് ആ ഒരൊറ്റ പ്രൊഡക്റ്റ് എന്നുള്ളതിനെ എക്സ് ഓഫ് എന്നെ എ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നതിൻ്റെ സിമ്പിൾ റെപ്രസെൻറ്റേഷൻ ആണ് കാണിച്ചത്. അപ്പോൾ നമ്മളിതൊരു സിസ്റ്റത്തിലേക്ക് ഫസ്റ്റ് ഓർഡറും സെക്കൻഡ് ഓർഡറും സിസ്റ്റത്തിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട്, അതേപോലെ തന്നെ കാസ്കേഡിങ്ങിൻ്റെ പ്രൊഡക്റ്റ് ക്വാണ്ടൈസേഷൻ നോയ്സ് മോഡൽ ഫോർ IER സിസ്റ്റം യൂസിങ് കാസ്കേഡ് സ്ട്രക്ചർ അതും കൂടി നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ ഈ മോഡലുകളിലൊക്കെ ഫൈനൈറ്റ് പ്രിസിഷൻ ഈച്ച് ഫൈനൈറ്റ് പ്രിസിഷൻ മൾട്ടിപ്ലയർ ഈസ് റീപ്ലേസ് ബൈ ആൻ ഐഡിയൽ മൾട്ടിപ്ലയർ. അപ്പോൾ ഓരോ ഫൈനൈറ്റ് പ്രിസിഷൻ മൾട്ടിപ്ലയറും മാറ്റി നമ്മൾ ഐഡിയൽ മൾട്ടിപ്ലയർ ആക്കി ആൻഡ് അഡീറ്റീവ് റൗണ്ട് ഓഫ് നോയ്സ്. അപ്പോൾ അതായത് അഡീറ്ററി റൗണ്ട് ഓഫ് നോയ്സും അഡീഷണൽ ആയിട്ട് വെച്ചു. അപ്പോൾ ഇൻഫൈനൈറ്റ് പ്രിസിഷൻ മൾട്ടിപ്ലയർ പ്ലസ് എന്ത് വെച്ചു, അഡീറ്റീവ് നോയ്സ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ആൻഡ് ദ നോയ്സ് സിഗ്നൽ ഈസ് ആഡഡ് ടു ദ ഔട്ട്പുട്ട് ഓഫ് ദ ഐഡിയൽ മൾട്ടിപ്ലയർ. അപ്പോൾ ഐഡിയൽ മൾട്ടിപ്ലയറിൻ്റെ ഔട്ട്പുട്ടിലേക്ക് നമ്മൾ ഈ നോയ്സ് ആഡ് ചെയ്ത്, അതായത് ഈ മോഡൽ അതിൽ എവിടെയൊക്കെ പ്രൊഡക്റ്റ് വരുന്നുണ്ടോ അവിടെയൊക്കെ കൊണ്ടുപോയി വെച്ചിരിക്കുകയാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അത് നമുക്ക് നോക്കാം. ഇത് എന്താ പറയുക, ഡയറക്റ്റ് ഫോം 1 ഡയറക്റ്റ് ഫോം 2 റിയലൈസേഷൻ. നമുക്കറിയാം രണ്ട് ഡയറക്റ്റ് ഫോം 1ഉം ഡയറക്റ്റ് ഫോം 2 ഉണ്ട്. ഫസ്റ്റ് ഓർഡർ ഫിൽറ്ററിൻ്റെ കേസാണ് ഇപ്പോൾ കാണിച്ചിട്ടുള്ളത്. ഡയറക്റ്റ് ഫോം 1 ആദ്യം നോക്കാം.
ഡയറക്റ്റ് ഫോം 2. ഇപ്പം ഡയറക്റ്റ് ഫോം 1 നമുക്കറിയാം രണ്ട് സൈഡായിട്ടാണ് കാണിക്കുക, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും രണ്ട് സൈഡ്, രണ്ട് കോഎഫിഷ്യൻറ്റുകളുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ. അപ്പോൾ അതിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഞാൻ ഇവിടെ എഴുതിയിട്ടില്ല, ഓൾറെഡി നമുക്ക് അറിയുന്നതായതുകൊണ്ട് ഞാൻ വീണ്ടും ഇവിടെ എടുത്ത് എഴുതിയിട്ടില്ല. അപ്പോൾ ഒരെണ്ണം A1 ആണ് വരുന്നത്, ഇപ്പുറത്ത് B0 B1 ഉണ്ട്. മുന്നേ ചെയ്താർന്ന് തന്നെ ഫസ്റ്റ് ഓർഡർ ആകുമ്പോൾ ഒരു Z⁻⁻1. അപ്പോൾ അതൊന്നും മുന്നത്തെ റിയലൈസേഷൻ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാവും. അപ്പോൾ ഇവിടെ നമുക്കൊരു എന്താ പറയുക B0(x(n) എന്നുള്ളൊരു ടേം വരും, B1(x(n-1) എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടേം വരും. അതായത് ഇവിടെ x(n) ആണെങ്കിൽ ഈ ഒരു പോയിന്റിൽ വന്ന് നിൽക്കുന്നത് എന്തായാലും എന്തായിരിക്കും, ഇവിടെ നിൽക്കുന്നത് x(n-1) ആയിരിക്കും അല്ലേ. അതേപോലെ ഇവിടെ y(n) ആണെങ്കിൽ ഇത് നിൽക്കുന്നുണ്ടാവുക y(n-1) എന്നുള്ള രീതിയിലായിരിക്കും. അപ്പോൾ നമുക്ക് B0(x(n) പ്ലസ് B1(x(n-1) എന്നാണ് വരുന്നത്. അപ്പോൾ B0(x(n) എന്ന് പറഞ്ഞിട്ട് ഒരു പ്രൊഡക്റ്റ് ഇവിടെയും നടക്കുന്നുണ്ട്, B1(x(n-1) എന്നിട്ട് ഒരു പ്രൊഡക്റ്റ് ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ആ രണ്ട് സ്ഥലത്തും നമ്മൾ നോയ്സ് ആയിട്ട് ആഡ് ചെയ്യുകയാണ് ക്വാണ്ടൈസേഷൻ. ഇപ്പോൾ ഇത് ഇൻഫൈനൈറ്റ് പ്രിസിഷൻ മൾട്ടിപ്ലയർ ആണ്. അപ്പോൾ അതിലേക്ക് ഈ B0(n) എന്നുള്ള രീതിയിൽ ഇവിടെ ഒരു നോയ്സ്, ഇവിടെ B1(n) എന്ന് പറഞ്ഞ നോയ്സ്, അതേപോലെ ഇവിടെ -A1(y(n-1) വരണം, അതിനപ്പോൾ ഈ A1(n) എന്ന് പറഞ്ഞിട്ട് നോയ്സ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫസ്റ്റ് ഓർഡർ ഡയറക്റ്റ് ഫോമിൻ്റെ മോഡൽ. അതേപോലെ നമ്മൾ ഡയറക്റ്റ് ഫോം 2 ആണെങ്കിൽ നമുക്ക് ഒറ്റ ഡിലേ എലമെന്റ് Z⁻⁻1 ആയിട്ട് രണ്ട് സൈഡിലേക്കാണ് കാണിക്കുക. ഇപ്പോൾ A എന്ന് പറയുന്നത് ഇപ്പുറത്തെ സൈഡിലേക്ക് വരും, B റൈറ്റ് അപ്പുറത്തേക്കും പോകും. അപ്പോൾ അത് അതേ സംഭവം തന്നെ ജസ്റ്റ് ഒന്ന് മാറ്റി വരച്ചു മാത്രം. അപ്പോൾ ഇതാണ് ഡയറക്റ്റ് ഫോം ഫസ്റ്റ് ഓർഡർ. ഇപ്പോൾ സെക്കൻഡ് ഓർഡറിൻ്റെ നമുക്ക് നോക്കാമല്ലോ. സെക്കൻഡ് ഓർഡറിലെ ഡയറക്റ്റ് ഫോം 1 വരുമ്പോൾ ഇതേപോലെ തന്നെ ഇത് കൂടും, അടിയിലേക്ക് ഈ B2 വരും, അപ്പുറത്ത് ഈ A2 വരും, -A2 B2 വരും. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് സിഗ്നൽ ആഡ് ചെയ്ത് വരും. അപ്പോൾ ഇത് മോഡലിൽ നമ്മളോട് വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എഴുതിയിട്ട് ഇത് വരയ്ക്കാം. ഞങ്ങളുടെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എഴുതിയിട്ടില്ല, ഓൾറെഡി നമുക്ക് അറിയുന്ന കാര്യമാണ്, നിങ്ങൾക്കത് എഴുതി നോക്കാവുന്നതാണ്. അപ്പോൾ ആ ട്രാൻസ്ഫർ ഫംഗ്ഷൻ മാറുന്നതിനനുസരിച്ച് നമ്മൾ ജനറൽ എന്നുള്ള കേസിലാണ് വരയ്ക്കുന്നത്. ട്രാൻസ്ഫർ ഫംഗ്ഷൻ മാറുന്ന കേസിൽ ചിലപ്പോൾ ഈ ഒരു B0 ചിലപ്പോൾ ഇല്ലെങ്കിൽ ആ B0ൻ്റെ ആവശ്യമൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ കോഎഫിഷ്യൻ്റ് ഒന്നും മൾട്ടിപ്ലൈ ചെയ്യാനില്ലെങ്കിൽ അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് ഓരോ ട്രാൻസ്ഫർ ഫംഗ്ഷൻ അനുസരിച്ച് മാറ്റി വരയ്ക്കാം. ജസ്റ്റ് ജനറൽ റെപ്രസെൻറ്റേഷൻ ജനറൽ മോഡാണ്. പിന്നെ ഇതിൻ്റെ ഡയറക്റ്റ് ഫോം 2 വരുമ്പോൾ ജസ്റ്റ് ഡിലേ എലമെൻറ്റ് നടുവിൽ മാത്രമായിട്ട് ജസ്റ്റ് ഈ A സൈഡ് ഇപ്പുറത്തേക്ക് ലെഫ്റ്റിലോട്ടും വരും, B സൈഡ് റൈറ്റിലോട്ടും പോകും. അപ്പോൾ നമുക്ക് അറിയുന്നതാണ്, ജസ്റ്റ് അതേപോലെ വരച്ചു എന്ന് മാത്രം, വിത്ത് അതിൻ്റെ കറസ്പോണ്ടിങ് എറർ സോഴ്സുകൾ. ഓക്കെ, ഇതിൽ മൊത്തം ഇപ്പോൾ കാണാം നമുക്ക് എത്ര എറർ സോഴ്സ് ഉണ്ട്, 5 എറർ സോഴ്സ് ഉണ്ട്. കാരണം 5 എണ്ണമാണ് മൾട്ടിപ്ലിക്കേഷൻ വരുന്നത്. ഇപ്പോൾ ഇവിടെ എന്തുകൊണ്ടില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ജസ്റ്റ് 1 കൊണ്ടാണ് മൾട്ടിപ്ലൈ ആണ്, അവിടെ സെയിം സ്ഥലം തന്നെയാണ് വരുന്നത്. അപ്പോൾ അതിന് പ്രശ്നമൊന്നും വരുന്നില്ല, അതുകൊണ്ടാണ് അവിടെ ഒരു എറർ സോഴ്സ് വെറുതെ വരച്ച് വെക്കാത്തത്. ഓക്കെ, അപ്പോൾ അത് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇനി ഇതേപോലെ തന്നെ അത് കാസ്കേഡ് റിയലൈസേഷൻ ആയിട്ട് വേണമെങ്കിൽ വരയ്ക്കാം. ഇപ്പോൾ ഫസ്റ്റ് ഓർഡറിൻ്റെ നമ്മൾ കാസ്കേഡ് ആയിട്ട് കാണിച്ചു വെച്ചിരിക്കുകയാണ്. ഓക്കെ, ഇതിൽ B0 എടുത്തിട്ടില്ല, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് 1 എന്നുള്ള രീതിയിൽ, ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലത്തെ 1 എന്നും റൈറ്റ് സൈഡിലത്തെ 2 എന്നുള്ള രീതിയിലൊക്കെയാണ് എടുത്തിട്ടാണ് ഇവിടെ വരച്ച് വെച്ചിട്ടുള്ളത്. ഓക്കെ, ഇതൊരു കറക്ഷൻ ഉണ്ട്, A12. ഇത് A1 A11N B11N, ഇവിടെ A12N B12. അപ്പോൾ ഇത് സെക്കൻഡ് എന്നുള്ള രീതിയിൽ B12 എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇത് ഉദ്ദേശിക്കുന്നത് ഓരോ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആണ് കേട്ടോ. ഇത് ശരിക്കും ഇപ്പോൾ ഇത് നമ്മുടെ ഫസ്റ്റ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ, അടുത്ത് നമ്മുടെ സെക്കൻഡ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്നുള്ള രീതിയിലൊക്കെയാണ്. ഇപ്പോൾ ഇത് H1Z ആണ് ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നത്, അതേപോലെ ഇത് H2Z ആണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്നുള്ള രീതിയിലാണ് നമ്മൾ പോകുന്നത്. ഇതിന് മുന്നേ വരെയുള്ളതൊക്കെ ഓരോ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ വരച്ചാറുന്നത്, അതായത് H(Z) എന്നുള്ള രീതിയിലാണ് വരച്ചാറുന്നത്. അപ്പോൾ ഇതുവരെയുള്ള ട്രാൻസ്ഫർ ഫംഗ്ഷൻ എല്ലാം ഞാനവിടെ എഴുതിയിട്ടില്ല എന്നേ ഉള്ളൂ, എല്ലാം നമ്മൾ എന്ത് തന്നെയായിരുന്നു H(Z) എന്നുള്ള രീതിയിലാണ് വരച്ചത്. അപ്പോൾ ഇവിടെ കാസ്കേഡ് ആകുമ്പോൾ രണ്ടെണ്ണത്തിൻ്റെ കാസ്കേഡിങ് ആയിട്ട് വരും. ഇപ്പോൾ ഇത് ഫസ്റ്റ് ഓർഡർ, ഇതേപോലെ നമുക്ക് സെക്കൻഡ് ഓർഡറും വരയ്ക്കാം. അതാണ് ഇവിടെ കാണുന്നത്. ഇത് വീണ്ടും ഈ പറഞ്ഞ പോലെ ഒരെണ്ണം, ഇത് H1Z ആണെങ്കിൽ ഇത് കറസ്പോണ്ടിങ് H2Z ആണ്. ഇതിൽ വിത്ത് 1 സഫിക്സ് എന്നുള്ള രീതിയിലും ഇതിൽ 2 എന്നുള്ള രീതിയിലും വരച്ചിട്ടുണ്ട്. ഇത് ജസ്റ്റ് മോഡൽസ് ആണ്, ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് റെപ്രസെൻറ്റേഷൻ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഇക്വേഷൻ അനുസരിച്ച് മാറുന്ന കാര്യം കൂടിയും ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ എല്ലാറ്റിലും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ദർ ആർ ലാർജ് നമ്പർ ഓഫ് നോയ്സ് സോഴ്സസ്. ഇപ്പോൾ ഒരുപാട് നോയ്സ് സോഴ്സസ് ഉണ്ട് ഇല്ലേ. ഇപ്പോൾ ഇതിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് 4 നോയ്സ് സോഴ്സ് ഉണ്ട്, ഇവിടെ 4 നോയ്സ് സോഴ്സ് മുന്നേ നമ്മൾ എടുത്ത 4 8 മുന്നത്തെ 5 അതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. സോ ഇൻ ഈച്ച് മോഡൽ ദർ ആർ എ നമ്പർ ഓഫ് നോയ്സ് സോഴ്സസ് ആൻഡ് ദ ഔട്ട്പുട്ട് നോയ്സ് വേരിയൻസ് ഓർ നോയ്സ് പവർ due to each source is computed separately by considering one noise at a time. അപ്പോൾ നമ്മളിപ്പോൾ സൂപ്പർപോസിഷൻ തിയറം ചെയ്യുന്ന പോലെ ഇപ്പോൾ ഒരുപാട് സോഴ്സസ് ഉള്ളപ്പോൾ അറ്റ് എ ടൈം ഒരു സോഴ്സ് വെച്ചിട്ട് നമ്മൾ എന്ത് കാണും,
ഈ നോയ്സ് പവർ കാണും. അപ്പോൾ അതാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ അതായത് ഔട്ട്പുട്ട് നോയ്സ് variance or power due to each source is computed separately by considering one noise at a time. At a time one noise consider ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. And the total output noise is given by the sum of output noise variance of all noise sources. അപ്പോൾ ഓരോന്നിൻ്റെയും സം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് total noise കിട്ടും. And the equation used for computing the steady state output noise variance or power due to quantization error in AD conversion process can be used to compute the output noise variance due to product quantization, because in both cases the quantization is performed by rounding. നമ്മളിവിടെയും റൗണ്ടിങ് എന്നുള്ള മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഔട്ട്പുട്ട് ക്വാണ്ടൈസേഷൻ എറർ കിട്ടിയ കഴിഞ്ഞ മെത്തേഡ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അത് ചെയ്ത അതേപോലെ തന്നെ നമുക്ക് ഇവിടെയും ചെയ്യാമെന്നാണ് പറയുന്നത്. പ്രോഡക്റ്റ് ക്വാണ്ടൈസേഷനും സെയിം ഇക്വേഷൻ തന്നെ യൂസ് ചെയ്യാം. ആൻഡ് ദ ട്രാൻസ്ഫർ ഫംഗ്ഷൻ സീൻ ബൈ ഈച്ച് നോയ്സ് സോഴ്സ് ഇസ് ഡിഫറെൻറ്റ്. അത് മാത്രമാണ് ഇവിടുത്തെ വ്യത്യാസമുള്ളൂ. ഓരോ നോയ്സ് സോഴ്സും കാണുന്ന ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്നുള്ളത് ചിലപ്പോൾ ഡിഫറെൻ്റ് ആയിരിക്കും. ദർഫോർ ഫോർ ഈച്ച് നോയ്സ് സോഴ്സ് ദ നോയ്സ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഹാസ് ടു ബി ഡിറ്റർമിൻ. ഏതാണ് നോയ്സ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്നുള്ളത് നോക്കിയിട്ട് വേണ്ടി വരും നമ്മൾ ചെയ്യാൻ, ബൈ ട്രീറ്റിംഗ് ദ നോയ്സ് സോഴ്സ് ആസ് ഇൻപുട്ട്. നോയ്സ് സോഴ്സിനെ ഇൻപുട്ടായിട്ടും ജനറൽ ഔട്ട്പുട്ടിനെ നമ്മൾ ഔട്ട്പുട്ട് എന്നുള്ള രീതിയിലും കണ്ടുകൊണ്ട് അത് നോക്കിയും കണ്ടിട്ടും ചെയ്യണം എന്നുള്ളത് മാത്രമാണ് അവിടുത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അത് പറയുകയാണെങ്കിൽ ഇപ്പോൾ അപ്പോൾ ഇതൊക്കെ നമ്മൾ പറഞ്ഞു വന്നു. അപ്പോൾ ഈ ഒരു ഇതിലെടുക്കുമ്പോൾ നമുക്കിപ്പോൾ EA1 എന്ന് പറയുന്നത് നോയ്സ് സോഴ്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ മൊത്തത്തിൻ്റെ H ഓഫ് സെഡിൻ്റെ ആണ് കാണാൻ പോകുന്നത്. അതേപോലെ ഇപ്പോൾ നമ്മൾ ഇതിലെടുക്കുകയാണെങ്കിൽ ഇപ്പോൾ EA1 എടുത്തു കഴിഞ്ഞാലും EA2 എടുത്തു കഴിഞ്ഞാലും H ഓഫ് സെഡ് ആണ് ഇവിടെ കിട്ടാൻ പോകുന്നത്. ഇപ്പോൾ അല്ലേ? അപ്പോൾ അതേപോലെ ഇനിയിപ്പോൾ അടുത്ത കേസിൽ കാസ്കേഡ് റിയലൈസേഷൻ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇതിൽ നമുക്ക് വരുമ്പോൾ എന്തായിരിക്കും വരിക? EA1 നമ്മളിവിടെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊത്തത്തിൻ്റെയാണ് വരാൻ പോകുന്നത്. H1Z ഇൻറ്റു H2Z വരും. H1Z ഇൻറ്റു H2Z ആണ് വരിക. അപ്പോൾ അതേപോലെ ഇപ്പോൾ ഇതിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ EB11 എന്നുള്ള ഈ ഒരു സാധനം എടുക്കുമ്പോൾ അതെന്തായിരിക്കും വരിക? ഇവിടെ നിന്നാണ് പോകുന്നത്. അപ്പോൾ ഈ H2Z അത് കാണുന്നുള്ളൂ. അപ്പോൾ ആ രീതിക്ക്. അതേപോലെ ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. EA2 ഈ സാധനം എടുക്കുകയാണെങ്കിലും ഈ ഒരു ഇതിൻ്റെ രീതിയിൽ. അപ്പോൾ അത് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, സോ അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇത്രയും പറഞ്ഞത് വെച്ചിട്ട് ഇതിനെ ഒരു എക്സ്പ്രഷൻ ഫോർമുലേറ്റ് ചെയ്യാം. സിമിലർ ഇക്വേഷൻ ഉപയോഗിക്കാം എന്നാണ് പറഞ്ഞാലും ജസ്റ്റ് ടേംസും കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതിയിട്ട് നമുക്ക് പറയാം. ഔട്ട്പുട്ട് നോയ്സ് പവർ അല്ലെങ്കിൽ റൗണ്ട് ഓഫ് നോയ്സ് പവർ ഡ്യൂ ടു പ്രോഡക്റ്റ് ക്വാണ്ടൈസേഷൻ. ഓക്കെ, ഡ്യൂ ടു പ്രോഡക്റ്റ് ക്വാണ്ടൈസേഷൻ ആണ്. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്യാം Ek of n. നമുക്ക് ഒരുപാട് സോഴ്സസ് ഉണ്ടായിരുന്നു എററിൻ്റെ. അപ്പോൾ ജനറലായിട്ട് ഐ എം ടേക്കിംഗ് Ek of n ആസ് ദ എറർ സിഗ്നൽ ഫ്രം kth source. Okay, error signal from kth source, then Hk of n. Hk of n എന്താ പറഞ്ഞാൽ ഊഹിക്കാം. H എന്ന് പറഞ്ഞാൽ ഇമ്പൾസ് ആണ്. അപ്പോൾ നമുക്ക് ഇമ്പൾസ് റെസ്പോൺസ് ആണ്. സോ ദിസ് ഈസ് ദ ഇമ്പൾസ് റെസ്പോൺസ് ഫോർ എന്തായിരിക്കും? kth നോയ്സ് സോഴ്സ്. സോ kth നോയ്സ് സോഴ്സിനുള്ള ഇമ്പൾസ് റെസ്പോൺസ് ആണ് Hk of n. ഇനി അവിടെ നമ്മൾ ട്രാൻസ്ഫർ ഫംഗ്ഷനും ജസ്റ്റ് ഡിഫറെൻ്റ് ആയിട്ട് Tk of z നമുക്ക് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു അഡീഷണൽ സാധനത്തിൻ്റെ ആവശ്യം വരും ഓരോന്ന് വരുമ്പോൾ. Tk of z എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ z ട്രാൻസ്ഫോം ഓഫ് എന്താണ്? Hk of n ആണ്. ഇപ്പോൾ Hk of n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? ഇമ്പൾസ് റെസ്പോൺസ് ഫോർ ദ kth നോയ്സ് സോഴ്സ്. അതിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷനെയാണ് നമ്മൾ എന്തെന്ന് പറയാമെന്ന് പറഞ്ഞു? നോയ്സ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ. നോയ്സ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഫോർ the kth noise source. Okay, so kth noise source ന്റെ നോയ്സ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്നുള്ള പേരിലാണ്. അപ്പോൾ ഈ നോയ്സ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ നമ്മൾ തന്നെയുള്ള ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഒക്കെ ആയിട്ട് മാറും. അത് നമുക്കത് പ്രോബ്ലം ചെയ്യുമ്പോൾ നോക്കാം. ഇനി ഇതിൻ്റെ സിഗ്മ ഇ സ്ക്വയർ എന്നാണല്ലോ പറയാറ്. ഇപ്പോൾ സിഗ്മ ഇ കെ സ്ക്വയർ എന്ന് എടുക്കാം നമുക്ക്. എന്താ സിഗ്മ ഇ കെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാരിയൻസ് ഓർ നോയ്സ് പവർ, വാരിയൻസ് ഓഫ് kth നോയ്സ് സോഴ്സ് അല്ലെങ്കിൽ നോയ്സ് പവർ ഓഫ് kth നോയ്സ് സോഴ്സ്. അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. അത് നമുക്കറിയാം Q²/12 എന്നുള്ള രീതിയിൽ. ഇനി ഇവിടെ നമ്മൾ സിഗ്മ ഇ കെ ഒ പി സ്ക്വയർ. ഇപ്പോൾ ഇ കെ സ്ക്വയർ ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. സിഗ്മ ഇ കെ ഒ പി സ്ക്വയർ. അപ്പോൾ എന്തായിരിക്കും? ഔട്ട്പുട്ട് നോയ്സ് പവർ. ഫൈനൽ ഔട്ട്പുട്ട് നോയ്സ് പവറിനെയാണ് നമ്മൾ ആ ഒരു റെപ്രസെൻറ്റേഷൻ ഉപയോഗിക്കുന്നത്. ഔട്ട്പുട്ട് നോയ്സ് പവർ അല്ലെങ്കിൽ വാരിയൻസ്
noise power or variance due to എന്ത് തന്നെയാണ് സോറി power or variance due to our kth source, kth noise source. ഓക്കെ, ഇങ്ങനെ കുറച്ച് പേരുകൾ ഡിഫറെൻ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കെ എന്നുള്ള കേത്ത് സോഴ്സ് എന്നുള്ള നോയ്സ് സോഴ്സ് എന്നുള്ള രീതിയിൽ ഇ കെ ഓഫ് എൻ എറർ സിഗ്നൽ ഫ്രം കേത്ത് നോയ്സ് സോഴ്സ്, എച്ച് കെ ഓഫ് എൻ ഇമ്പൾസ് റെസ്പോൺസ് ഓഫ് കേത്ത് നോയ്സ് സോഴ്സ്, അതിൻ്റെ നോയ്സ് ട്രാൻസ്ഫർ ഫംഗ്ഷന് ടി കെ ഓഫ് സെറ്റ്, സിഗ്മ ഇ കെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ വാരിയൻസ് ഓഫ് കേത്ത് നോയ്സ്, സിഗ്മ ഇ കെ ഒ പി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഔട്ട്പുട്ട് നോയ്സ് പവർ. ഓക്കെ, അപ്പം നമുക്കറിയാം എന്താ ഈ സിഗ്മ ഇ കെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു റൗണ്ട് ഓഫ് ആണ് ഉപയോഗിക്കുന്നത്. മുന്നത്തത് പ്രകാരം നമുക്ക് എന്ത് എഴുതാം, ക്യൂ സ്ക്വയർ ബൈ 12 ആണ്. അത് നമ്മുടെ അവിടെ കിടക്കുന്നുണ്ട് അല്ലേ. സോ ദെർഫോർ നമുക്ക് വേണമെങ്കിൽ എന്താണ് നമുക്കിവിടെ വേണ്ടത്, സിഗ്മ ഇ കെ ഒ പി സ്ക്വയർ അല്ലേ, ഔട്ട്പുട്ട് നോയ്സ് പവർ ആണ് വേണ്ടത്. അതെങ്ങനെ എഴുതാം, സിഗ്മ ഇ കെ സ്ക്വയർ അവിടെ ഉപയോഗിച്ചിരുന്ന അതേ കാര്യം തന്നെ, സിഗ്മ എന്ത് എഴുതാം, n ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി സ്റ്റഡി സ്റ്റേറ്റ് വരുത്താൻ വേണ്ടിയിട്ടാണ് 0 ടു ഇൻഫിനിറ്റി എച്ച് കെ സ്ക്വയർ ഓഫ് എൻ അല്ലേ. ഈ ഒരു റിലേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ആ കേത്ത് നോയ്സിൻ്റെ നോയ്സ് സോഴ്സ് വെച്ചിട്ടുള്ള ഔട്ട്പുട്ടിലുള്ള എറർ നമുക്ക് സുഖമായിട്ട് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ അതാണ് ഒന്നാമത്തെ കാര്യം അതിൽ പറയുന്നത്. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ എച്ച് കെ ഓഫ് എന്ന് പറയുന്ന, ഇതാണ് ഞാൻ മറ്റോടത്ത് മുന്നേ നമ്മൾ ചെയ്തപ്പോൾ ഒന്നെങ്കിൽ ഈ ഇക്വേഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കാം, അതല്ലെങ്കിൽ പിന്നെ നമ്മളിവിടെ പാഴ്സിവലും റെസിഡ്യൂ തിയറും കൂടി കൊണ്ടുവന്നിട്ട് നമ്മൾ അടുത്തതിലേക്ക് വരുന്നതാണ് പറഞ്ഞിട്ടുണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ പാഴ്സിവൽസ് തിയറം അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, സിഗ്മ ഇ കെ ഒ പി സ്ക്വയർ ഈക്വൽ ടു, അപ്പോൾ പാഴ്സിവൽ തിയറത്തിൻ്റെ ബേസിൽ എഴുതുമ്പോൾ സിഗ്മ ഇ കെ സ്ക്വയർ അവിടെ തന്നെ നിൽക്കും. ബാക്കിയുള്ളതിനെ നമ്മൾ എന്താ എഴുതിയത്, 1/2 പൈ ജെ ഇൻ്റഗ്രൽ ഓവർ ദാറ്റ് ക്ലോസ്ഡ് കോണ്ടൂർ അല്ലേ, ഇൻ്റഗ്രൽ ഓവർ ദാറ്റ് ക്ലോസ് കോണ്ടൂർ. ഇവിടെ നമ്മൾ ആ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഒരു പേര് മാറ്റിയിട്ടുണ്ടല്ലോ, ആ ഒരു പേരിൽ എഴുതുന്നു ടി കെ ഓഫ് സെഡ് ഇൻറ്റു അതിൻ്റെ ടി കെ ഓഫ് സെഡ് ഇൻവേഴ്സ് ഇൻറ്റു സെഡ് റേസ് ടു -1 ഡി സെഡ്. ഇത്രയേ ഉള്ളൂ. ഇത് നമുക്ക് എന്ത് വെച്ചിട്ട്, ഇതിലിപ്പോൾ ഈ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻ്റഗ്രൽ ഓവർ സി എന്ന് പറഞ്ഞ സാധനം എന്ത് പറഞ്ഞു, ഇൻ്റഗ്രേഷൻ ഇൻ ദ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ അറൗണ്ട് ദ യൂണിറ്റ് സർക്കിൾ മോഡ് സെഡ് ഈക്വൽ ടു 1. അത് ഞാൻ അവിടെ പറയുന്നില്ല. അതായത് പോൾസ് എടുക്കുമ്പോൾ യൂണിറ്റ് സർക്കിളിൻ്റെ ഉള്ളിൽ വരുന്നത് മാത്രം എടുത്തിട്ട് നമ്മൾ ചെയ്താൽ മതി. ഓക്കെ, ഈ ക്ലോസ്ഡ് കോണ്ടൂർ നമുക്ക് ഇനി ഇവിടെ റെസിഡ്യൂ തിയറം വെച്ചിട്ട് നമുക്കതിനെ മാറ്റാം. അത് തന്നെയാണ് അവിടെയും ചെയ്താറുന്നത്, അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ പറയുന്നത്. ഇപ്പോൾ റെസിഡ്യൂ തിയറം നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരുന്നു. സോ റെസിഡ്യൂ തിയറം കൂടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം, സിഗ്മ ഇ കെ ഒ പി സ്ക്വയർ ഈസ് ഈക്വൽ ടു സിഗ്മ ഇ കെ സ്ക്വയർ സിഗ്മ ഐ ഈക്വൽ ടു 1 to n, എത്ര പോൾസ് ഉണ്ടോ അത്ര എണ്ണത്തിൻ്റെ എന്തെടുക്കുക, റെസിഡ്യൂ എടുക്കുക. റെസിഡ്യൂ ഓഫ് ടി കെ ഓഫ് സെഡ് ഇൻറ്റു ടി കെ ഓഫ് സെഡ് റേസ് ടു -1 ഇൻറ്റു സെഡ് റേസ് ടു -1 അറ്റ് എവിടെയാ ആ പോൾസ്, എന്ത് സെഡ് ഈക്വൽ ടു പി ഐ. അപ്പോൾ ആ പി ഐ എടുക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലുള്ളതിനെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുക എന്നുള്ളത് മാത്രം തന്നെയുള്ളൂ. പിന്നെ ബാക്കി ഞാൻ അവിടെ എഴുതുന്നില്ല, കാരണം നമുക്കത് അറിയാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ലെറ്റ് ദ നമ്പർ ഓഫ് നോയ്സ് സോഴ്സസ് ബി എം, ടോട്ടൽ നമ്പർ ഓഫ് നോയ്സ് സോഴ്സ്. ഇപ്പം നമ്മളിത് ഒരൊറ്റ നോയ്സ് സോഴ്സിൻ്റെ അല്ല പറഞ്ഞത്, നമ്മൾ ജസ്റ്റ് അസ്യൂം ചെയ്യുക ടോട്ടൽ നോയ്സ് സോഴ്സസ്, ടോട്ടൽ നമ്പർ ഓഫ് നോയ്സ് സോഴ്സസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ക്യാപിറ്റൽ എം ആയിട്ട് എടുക്കാം. നോയ്സ് സോഴ്സസ് ബി ക്യാപിറ്റൽ എം. ഓക്കെ, അപ്പോൾ എന്ത് വരും, ദ ടോട്ടൽ സ്റ്റഡി സ്റ്റേറ്റ് നോയ്സ് വേരിയൻസ് അറ്റ് ദ ഔട്ട്പുട്ട് ഓഫ് ദ സിസ്റ്റം ഡ്യൂ ടു ദ പ്രൊഡക്റ്റ് ക്വാണ്ടൈസേഷൻ എറർ ഈസ് ഗിവൺ ബൈ നമ്മൾ നേരത്തെ പറഞ്ഞ സൂപ്പർപോസിഷൻ പോലെ ഓരോന്നിൻ്റെയും സം ബൈ ദ സം ഓഫ് ദ ഔട്ട്പുട്ട് നോയ്സ് വേരിയൻസ് ഡ്യൂ ടു ഓൾ ദീസ് നോയ്സസ് അല്ലേ. അപ്പോൾ ഇതേപോലെ നമ്മൾ ഓരോന്നിൻ്റെയും കണ്ടുപിടിക്കേണ്ടി വരും. ഇപ്പോൾ ടോട്ടൽ എന്നുള്ളതിനെ വേണമെങ്കിൽ നമുക്ക് സേ ലെറ്റ് സിഗ്മ ഇ ടി, ടോട്ടൽ എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ എഴുതുന്നത്, ഇ ടി ഒ പി എറർ വാരിയൻസ് ഇൻ ടോട്ടൽ വാരിയൻസ് ഈക്വൽ ടു, ഇതാണ് നമ്മളുടെ എന്തെന്ന് വിചാരിക്കുക, ടോട്ടൽ ഔട്ട്പുട്ട് നോയ്സ് പവർ ഓർ വാരിയൻസ് ഡ്യൂ ടു
പ്രോഡക്റ്റ് ക്വാണ്ടൈസേഷൻ എറർ, അതായത് എല്ലാറ്റിൻ്റെയും കൂടിയിട്ടുള്ളതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പ്രോഡക്റ്റ് ക്വാണ്ടൈസേഷൻ എറർ അല്ലെങ്കിൽ ടോട്ടൽ റൗണ്ട് ഓഫ് നോയ്സ് പവർ എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ നമുക്കിത് എങ്ങനെ എഴുതാം പറ്റുമോ? അപ്പോൾ ഒരെണ്ണത്തിൻ്റെ ഉള്ളതാണ് നമ്മളിപ്പോൾ മേലെ പറഞ്ഞത്. അപ്പോൾ എല്ലാം കൂടിയിട്ട് കൂട്ടിയാൽ മതി. സിഗ്മ ഇ ടി ഒ പി ഈ ടോട്ടൽ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ഈക്വൽ ടു സിഗ്മ എന്ത് വരും? ഓരോന്ന് ഇപ്പോൾ കെ എന്നുള്ളതിന് പകരം 1 2 3 എന്നുള്ള രീതിയിൽ കൊടുക്കുക. ഈ K1 E1 സ്ക്വയർ വരും പ്ലസ് സിഗ്മ E2 സ്ക്വയർ വരും. ഇതൊക്കെ ഔട്ട്പുട്ടിലുള്ളത് അല്ലേ? അപ്പം അങ്ങനെ എത്ര എണ്ണം ഉണ്ടോ അത്ര എണ്ണം കൂട്ടിപ്പോൾ നമ്മൾ മൊത്തം M എന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ M വരെ വരും EMOP സ്ക്വയർ. അപ്പം അത്രയേ ഉള്ളൂ. അപ്പം എത്ര സോഴ്സ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കണം. അതായത് എത്ര പ്രോഡക്റ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കും. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഓരോന്നിൻ്റെയും ഈ റിലേഷൻ പ്രകാരം കണ്ടുപിടിക്കും. എല്ലാതും കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ കിട്ടും. അത്രയാണ് ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ.